നമസ്കാരം എല്ലാവർക്കും. ഗിരീഷ് സാറാണ്. ക്രിസ്മസ് പരീക്ഷയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആണ്. നമ്മൾ ഡിസ്കഷനകത്ത് ഇതെല്ലാം ഫുള്ള് ചെയ്തേക്കുന്ന വീഡിയോസ് ഉണ്ട്. നിങ്ങൾ വേണ്ട വീഡിയോസ് നിങ്ങൾ ആവശ്യപ്പെടുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ വളരെ ഷോർട്ട് വീഡിയോ, കുറച്ച് മിനിറ്റേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഒരുപാട് കണ്ട് സമയം കളയുന്നതിനെക്കാട്ടി നല്ല ഇങ്ങനെയുള്ള ഷോർട്ട് വീഡിയോസ് കാണുക. മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെറുപറ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ്. ഇതിനപ്പുറത്തേക്ക് ചോദ്യം ചോദിക്കാൻ ചാൻസ് കുറവാണ്. AC ഓൾട്ടർനേറ്റിംഗ് കറന്റ്. നിങ്ങൾക്കറിയാം AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ പൊതുവെ കുറച്ച് ഡെറിവേഷൻസ് ഉണ്ട്. ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇതിൽ നിന്ന് 15 മാർക്ക് ഉറപ്പാണ്. 5 ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. 1, AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഉള്ളി, ഇൻഡക്ടർ ഉള്ളി, കപ്പാസിറ്റർ ഉള്ളി. ഇത് 3 ഒറ്റ ഇതായിട്ട് പഠിച്ചാൽ നിങ്ങളൊരു അരമണിക്കൂർ എടുക്കത്തുള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് പഠിക്കുവാണെങ്കിൽ എൻ്റെ നോട്ട്സോട് പഠിക്കുവാണെങ്കിൽ കിണ്ണം കാച്ചി. ഏതൊക്കെയാ? AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഉള്ളി, ഇൻഡക്ടർ ഉള്ളി, കപ്പാസിറ്റർ ഉള്ളി. ക്ലിയർ ആണോ? 2, LCR സർക്യൂട്ട്. സീരീസ് LCR സർക്യൂട്ട് എന്ന് ചോദിച്ചാലും സിമ്പിളാണ്. ഒരു 1.5 പേജുള്ള ഡെറിവേഷൻ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീരീസ് LCR സർക്യൂട്ട്. 2. 3, പവർ ഫാക്ടർ. പവർ ഫാക്ടർ എന്താണെന്നും പവർ ഫാക്ടറിന്റെ ഡെറിവേഷൻ. 4, ഇംപിഡൻസ് ട്രയാങ്കിൾ, അതിന്റെ ഡെറിവേഷൻ. 5, ട്രാൻസ്ഫോമറിന്റെ എന്തൊക്കെയാണ്? ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ഏതൊക്കെ തരം ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ, അത് തമ്മിലുള്ള വ്യത്യാസം, ഇക്വേഷൻ VS/VP = NS/NP. പിയും എസും പ്രൈമറിയും സെക്കൻഡറിയും. എൻ്റെ കൂട്ടത്തിൽ പഠിക്കേണ്ട ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ നേരിടുന്ന 4 ലോസസ് ഏതൊക്കെയാണ്? കോപ്പർ ലോസ്, അയൺ ലോസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്, ഹിസ്റ്റീരീസ് ലോസ്. ഇത് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ എഴുതുക. ഈ 5 ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ട് പോകുമ്പോൾ മക്കളെ ഉറപ്പിച്ചോണം. മാക്സിമം ഷെയർ ചെയ്തോ. കേരളത്തിലുള്ള കുട്ടികൾക്ക് 15 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടി. 5 ടോപ്പിക് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകും, 15 മാർക്ക് കിട്ടും. നേരത്തെ വീഡിയോയിൽ റയോപ്റ്റിക്സിൻ്റെ ഇതേപോലെ വീഡിയോ കാണാത്തൊരു പോയി കണ്ടു, അതിൽ നിന്ന് 20 മാർക്ക് കിട്ടും. 82 മാർക്കിൽ നിങ്ങൾക്ക് 60 മാർക്ക് കിട്ടിയാൽ മതി. ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് നല്ല മാർക്ക് എല്ലാ എക്സാമിനും കിട്ടും. അന്നേരം അടുത്ത ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് മാഷ് പെട്ടെന്ന് വരും. നെവർ എവർ ഗിവ് അപ്പ്. മാക്സിമം ഷെയർ ചെയ്യുക, മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കുക. കമൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിടാം. ഓക്കെ.